ഒരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം ഗംഗാധര മേനോനും രാജീവനും ശിവേട്ടനും ഒക്കെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഇവര് മൂന്നുപേരും കൂടിയിരുന്ന് ഗൗരവമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ശിവശങ്കരൻ അല്പം ടെൻഷനോടെ ചോദിച്ചു, അല്ല ഗംഗേട്ടാ, ഈ സത്യം ഇപ്പോ നമ്മൾ മൂന്നുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വൈജയന്തി ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെയായിരിക്കും ചോദ്യം ചെയ്യുക. കാരണം ഒരു കുഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചത് നമ്മളല്ലേ. അപ്പോ ഗംഗേട്ട് പറയുന്നുണ്ട്, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നുകിൽ അവൾ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ ബാലചന്ദ്രനെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ അലീനയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവും. അതുകൊണ്ട് വൈജയ് ഇപ്പോ ഇതൊന്നും തന്നെ അറിയാൻ പാടില്ല. അതാണ് ഏക വഴി. അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ ശരിയാവും ഗംഗേട്ടാ? അലീന ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അവിടെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അവളെ അവിടെ നിന്നും മാറ്റണം. അല്ലെങ്കിൽ ബാലചന്ദ്രൻ അറിഞ്ഞതുപോലെ തന്നെ വൈജയന്തിയും ഉടനെ തന്നെ സത്യമെല്ലാം അറിയും. നമുക്ക് നാളെ തന്നെ ബാലചന്ദ്രനെ കണ്ട് അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗംഗാധര മേനോൻ ബാലചന്ദ്രനെ വിളിച്ചു. എടാ ബാലേന്ദ്ര, നിന്നെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ തിരിച്ചു ചോദിച്ചു, ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ പെങ്ങളുടെ വേറെ വല്ല വക്രികളും ഇനി കേൾക്കാനുണ്ടോ? ഏയ് അതൊന്നുമല്ല, അലീനയുടെ കാര്യം സംസാരിക്കാനാണെന്ന് ഗംഗേട്ടൻ പറഞ്ഞു. ഓ, അപ്പോ അതാണ് വിഷയം. നിങ്ങളുടെ പെങ്ങളെ സേഫാക്കാൻ വേണ്ടി അവളെ എവിടെ നിന്നും തട്ടണം, അതായിരിക്കില്ലേ ഉദ്ദേശം? എന്തായാലും ഞാൻ വരാം. നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്കൊന്ന് കേൾക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംസാരിക്കാനുള്ള സ്ഥലം തീരുമാനിച്ചു. ഫോൺ വെച്ചപ്പോൾ തന്നെ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അവൻ വരുമെന്ന് പറഞ്ഞോ എന്ന്. ആ, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലീനെ അവിടെ നിന്ന് മാറ്റാനൊന്നും അവൻ തയ്യാറല്ലെന്ന് തോന്നുന്നു എന്ന് ഗംഗേട്ടൻ മറുപടി നൽകി. ശിവേട്ടൻ പറയുന്നുണ്ട്, അവൻ വരട്ടെ, അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ പുറത്തൊരിടത്ത് വെച്ച് അവരെല്ലാവരും തമ്മിൽ കണ്ടുമുട്ടാണ്. ഗംഗാധരൻ മെല്ലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബാലചന്ദ്ര, അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണ്ടേ? അവൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വൈജയന്തി വീണ്ടും പ്രശ്നമുണ്ടാക്കും. ബാലചന്ദ്രൻ പുച്ഛത്തോട് ചോദിച്ചു, അതിനിപ്പോ ഞാൻ എന്ത് വേണം? അവൾ പ്രശ്നമുണ്ടാക്കട്ടെ, അത് നേരിടാനൊക്കെ എനിക്കറിയാം. 23 വർഷം അവൾ എന്നെ പറ്റിച്ചതല്ലേ. എല്ലാത്തിനും ഞാൻ അവളോട് കണക്ക് ചോദിക്കും. അതിന് അലീന അവിടെ വേണം, വൈജയന്തിയുടെ മകളായിട്ടല്ല, എന്റെ മകളായിട്ട്, എന്റെ സ്വന്തം മകളായിട്ട് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ശിവേട്ടൻ സങ്കടത്തോടെ പറഞ്ഞു, ബാലചന്ദ്ര, പഴയ തെറ്റുകൾക്ക് ഞങ്ങൾ ഇനി എന്ത് പ്രായശ്ചിത്തവും ചെയ്യാം. അലീനെ അനാഥാലയത്തിലാക്കിയെങ്കിലും അവൾ മരിച്ചെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നത്. അത് അച്ഛൻ കുഞ്ഞിരാമ മേനോൻ അങ്ങനെയല്ലേ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്. അവൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിയേനെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവൾക്ക് പണമോ വീടോ ജോലിയോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ നൽകാം. അവളുടെ കല്യാണം വരെ മാമന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നടത്തി കൊടുക്കാം. പക്ഷേ ദയവ് ചെയ്ത് അവളെ അവിടെ നിന്നും മാറ്റണം. ഈ വാക്ക് കേട്ട് ബാലചന്ദ്രൻ അവരെ ഒന്ന് തുറപ്പിച്ചു നോക്കി. കൊള്ളാം, പെങ്ങളോടുള്ള സ്നേഹം സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് അലീനയോട് തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സേഫാക്കിയാൽ മതി. എന്നാ കേട്ടോ, അലീന എങ്ങോട്ടേക്കും പോകുന്നില്ല. അവൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകളായിട്ട് തന്നെ ജീവിക്കും. ഇനി ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം. ഗംഗാധരൻ വീണ്ടും നിർബന്ധിച്ചു. നീ ഇങ്ങനെ വാശി കാണിക്കല്ലേ ബാലചന്ദ്ര. വൈജയന്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിക്കാൻ പോലും തുനിഞ്ഞിരിക്കും. തനിക്ക് എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം, നീ ഒന്ന് സമ്മതിക്ക്. ബാലചന്ദ്രൻ കടുപ്പിച്ചു പറഞ്ഞു. എങ്കിൽ ഞാൻ പറയാം, ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അവൾക്ക് നൽകാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിന് മറുപടിയില്ലാതെ അവരെ തഴ താഴ്ത്തി നിൽക്കുകയാണ്. അലീനയെ ഞാൻ എങ്ങോട്ടേക്കും വിടില്ല. ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഇന്ത്യന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ബാലചന്ദ്രൻ വീട്ടിൽ വന്നപ്പോൾ അലീന പേടിയോടെ ചോദിച്ചു, അച്ഛ, അവരെന്തിനാ അച്ഛനെ വിളിപ്പിച്ചത്? വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല മോളെ. നീ വൈജയന്തിയുടെ മകളാണെന്ന് അവൾ അറിയരുത്. നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ് അവർ വിളിച്ചതാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. അന്നേരം അലീന നിറകണ്ണുകളോടെ പറയുന്നുണ്ട്, എങ്കിലച്ച ഞാൻ പോയിക്കോളാം. മാഡത്തിന് എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഇനി ഒരു പ്രശ്നമുണ്ടാവാൻ പാടില്ല. എനിക്ക് അച്ഛനും അമ്മയും സുഖമായിട്ടിരുന്നാൽ മാത്രം മതി. എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേതായാലും സാധിച്ചു. കുറച്ചുനാൾ അമ്മയുടെ കൂടെ നിൽക്കാനും എനിക്ക് കഴിഞ്ഞു. ഇനി ഞാൻ പോവട്ടെ. ഇത് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നു. നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വൈജയന്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അന്നത്തോടെ അങ്ങ് തീരും, അയാൾ തീർത്തും പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ടതിന് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് തന്നെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അലീന. അലീനയുടെ അടുത്തേക്ക് മനു വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അലീന? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാണ് മനു. ഏയ് ഒന്നുമില്ല മനുവേട്ടാ എന്നവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മറുപടി നൽകി. ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? അങ്കിള് വല്ലതും നിന്നെ പറഞ്ഞോ? മനു വീണ്ടും ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നാ പ്രശ്നമാവുന്നത് കരുതി ഞാൻ പോവാൻ നോക്കിയതാണ്. പക്ഷേ അച്ഛൻ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് അലീന പറഞ്ഞു. അന്നേരം, ഓ, അപ്പോ അതാണ് കാര്യം.
നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പോകണം പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്? ഇത് നിന്റെ വീടല്ലേ? നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയില്ലേ? മനു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നോക്കാലീന, നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. നിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നോട് പറയാതെ നീ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോകില്ല. എനിക്ക് നീ സത്യം ചെയ്തു തരണം. അവൾ മടിച്ചിട്ടാണെങ്കിലും മനുവിന് പിന്നെ വാക്ക് കൊടുക്കുന്നുണ്ട്. അലീനയെ തന്നെ നോക്കി നിന്ന മനുവിന്റെ കണ്ണുകളിൽ അപ്പോൾ പ്രണയമായിരുന്നു. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെ പെണ്ണാണെന്ന് മനു മനസ്സിൽ പറഞ്ഞു. പിന്നീട് അങ്ങനെ മനു ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ, ഇന്ന് അച്ഛനും ചെറിയച്ഛനും വന്ന കാര്യം അറിഞ്ഞു എന്ന് മനു പറഞ്ഞു. ബാലചന്ദ്രൻ സങ്കടത്തോടെ പറഞ്ഞു. അവർ കലീനെ അവിടെ നിന്നും മാറ്റണം മനു. അവൾക്ക് സ്വത്തും പണവും തരാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടത് അവളെ പഠിപ്പിക്കാനാണ്. അവൾക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് തന്നെ അവളെ നല്ലൊരു കോളേജിൽ ചേർക്കണം. അവളുടെ പഠനവും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ നടത്തും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അങ്ങളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമിക്കുവോ? അലീനെ എനിക്ക് തന്നൂടെ? എന്റെ പെണ്ണായിട്ട് ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവളെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. ഇപ്പോ അവൾ എന്റെ മുറപ്പെണ്ണു കൂടിയല്ലേ. ബാലചന്ദ്രൻ പറഞ്ഞു. എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല മനു. പക്ഷേ നിന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുമോ? മനു പറയുന്നുണ്ട്. അമ്മയുടെ കാര്യം പണത്തിന് വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അവൾ വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞതോടുകൂടി തന്നെ അച്ഛൻ ഏതായാലും സമ്മതിക്കാതിരിക്കില്ല. എന്തായാലും എല്ലാം ശരിയാവട്ടെ. വൈജയന്തിയുടെ ഈ അവസ്ഥയെല്ലാം മാറട്ടെ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അലീനയുടെ അച്ഛനെ എനിക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം, സ്റ്റാൻലിയെ. അവളെ ഇനിയും ഇങ്ങനെ അനാഥയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ മനു തന്റെ പ്രണയം അങ്കിളിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബാലചന്ദ്രന്റെ വാക്ക് കേട്ടു മനുവിന്റെ ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നി. അലീനെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അങ്കിളുടെ സമ്മതം കിട്ടിയല്ലോ എന്ന സന്തോഷം അവനിൽ നിറഞ്ഞു നിന്നു. പക്ഷേ വൈജയന്തിയുടെ പ്രതികരണവും അലീനയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന സത്യവും വലിയൊരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അന്ന് രാത്രി വൈകിട്ടും ഉറക്കം വരാതെ ബാലചന്ദ്രൻ ഉമ്മറത്തു നിന്നേയിരുന്നു. അയാളുടെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ തിര തല്ലുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഒരു അജ്ഞാത നമ്പറിൽ നിന്നായിരുന്നു അത്. അലീനയുടെ അച്ഛനെ അറിയണോ? എങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് തന്നെ പഴയ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഗോഡൌണിലേക്ക് വരിക. ആ മെസ്സേജ് കണ്ടതോടുകൂടി തന്നെ ബാലചന്ദ്രന്റെ നെഞ്ചെടുപ്പ് കൂടി. ഇത് സത്യമാണോ അതോ ഇനി വല്ല കെണിയുമായിരിക്കോ? എങ്കിലും അലീനയ്ക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തന്നെ ബാലചന്ദ്രൻ തയ്യാറായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ആരും കാണാതെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ പഴയ തുരുമ്പിച്ച കസേരയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. മുഖം മറച്ചു വെച്ചിരിക്കുന്ന അയാളുമെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാലചന്ദ്രൻ ആകെ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടുപോയിരിക്കുന്ന വൈജയന്തിയുടെ പഴയ കാമുകൻ. അതെ, സ്റ്റാൻലി ആയിരുന്നു അത്. ബാലചന്ദ്ര, അലീന എന്റെ മകളാണ്. പക്ഷേ അന്ന് ഗംഗാധരനും സംഘവും ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ മകളെ കാണണം. ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അവനെ നോക്കി. നിന്നോട് എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ആ കുഞ്ഞിനെയും വൈജയന്തിയെയും വഴിയിൽ ഉപേക്ഷിച്ച് നീ ഇപ്പോൾ എന്ത് അവകാശം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കൂട്ടി നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ വലിയൊരു ബഹളം തന്നെ നടക്കുന്നു. വൈജയന്തി ആകെ തകർന്നിരിക്കുകയാണ്. അലീന തന്റെ മകളാണെന്ന സത്യം അവൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വൈജയന്തിയുടെ മുന്നിലേക്ക് സ്റ്റാൻലി എത്തിയതോടുകൂടി തന്നെ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. ഗംഗാധര മേനോനും ശിവശങ്കരനും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാൻലിയെ കണ്ടതും ഗംഗാധരൻ വിക്കി വിക്കി ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തി? ബാലചന്ദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇതാ നിങ്ങളുടെ പാപങ്ങളുടെ ബാക്കി പത്രം. അലീനയുടെ അച്ഛൻ ഇയാളാണ് സ്റ്റാൻലി. പക്ഷേ അലീനയുടെ ജീവിതത്തിൽ ഇയാൾക്ക് ഇനി ഒരു സ്ഥാനവുമില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളെ മനുവിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. വൈജയന്തി തന്റെ സഹോദരന്മാരെയൊക്കെ വെറുപ്പോട് നോക്കി. എന്റെ മകളെ എന്നിൽ നിന്നും അകറ്റിയ നിങ്ങളോട് ഞാൻ ഇനി ഒരിക്കലും ക്ഷമിക്കില്ല. ഇനി എനിക്ക് എന്റെ അലീന മതി. അങ്ങനെ വൈജയന്തി അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അലീനയുടെ കണ്ണുകളിൽ സന്തോഷാശ്രുകൾ നിറഞ്ഞു. അവൾ മനുവിനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു. മനു അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഗംഗാധരനും സംഘവും തല താഴ്ത്തി അവിടെ നിന്നും പടിയിറങ്ങി. ബാലചന്ദ്രൻ പ്രഖ്യാപിച്ചു. അലീന ഇനി ഒരിക്കലും അനാഥയല്ല. ഈ വീടിന്റെ ഐശ്വര്യമാണ്. വീടിന്റെ അകത്തളത്തിൽ സന്തോഷത്തിന്റെ പുതിയൊരു പ്രഭാതം വിരിയുകയായിരുന്നു. അങ്ങനെ സത്യമെല്ലാം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ സ്റ്റാൻലി ഏതായാലും അലീനയെ മകളായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ബാലചന്ദ്രൻ അവളെ വിട്ടുകൊടുക്കുന്നില്ല. സ്റ്റാൻലി എന്തുകൊണ്ടാണ് വൈജയന്തി ഉപേക്ഷിച്ചത് എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോട് പറയുന്നതോടുകൂടി തന്നെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നവും തീരുന്നുണ്ട്. ഏതായാലും അലീനയെ മനുവിന് കൊടുക്കാൻ തന്നെ ബാലചന്ദ്രൻ തീരുമാനിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.